8-10ഓളം പോലീസുകാർ ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി, ക്യാമറ ഇല്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി അതിദാരുണമായ രീതിയിൽ ഇടിക്കുക. പിന്നെ അങ്ങനെ ഭയന്ന് അടി പേടിച്ചും പിന്നെ ഇവന് ശരിക്കും നോർമൽ അല്ല. ഇപ്പൊ കൊണ്ടുപോയപ്പോഴ് ഈ ക്രൈമിലെ ബിജു എന്ന് പറയുന്ന പോലീസ് ഈ മകനോട് പറഞ്ഞതാണ്, 5 വർഷം ഞാൻ ഇനി ഇവിടെ ഇരിക്കും, നിന്നെ ശവപ്പെട്ടിയിൽ ഉറക്കിയിട്ടേ പോവുള്ളൂ, എന്റെ ഇടിയല്ല നിനക്കറിയാമല്ലോ, കൊണ്ട നിനക്കറിയാമല്ലോ, അപ്പൊ ഇനി അതുപോലെ നിന്നെ ഞാൻ തീർത്തിട്ടേ പോകും. ഈ ഒരു കാര്യം ഞങ്ങൾക്ക് അന്വേഷിക്കും. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലേക്ക് ഞാൻ ഒരു വാർത്ത എത്തിക്കുന്നു. കസ്റ്റഡി മരണങ്ങളും അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള പോലീസിന്റെ ഉപദ്രവങ്ങളെ കുറിച്ചുള്ള കുറേ വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഈ ഒരു പ്രളയകാലം കൂടി അതിനുശേഷം കടന്നു പോയിരിക്കുന്നു. അപ്പോഴെല്ലാം അത്തരം വാർത്തകൾ മറന്നുപോയെങ്കിലും ചില കാര്യങ്ങൾ ഞങ്ങൾ ആഭ്യന്തര വകുപ്പിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിൽ ക്രൂരമായിട്ടുള്ള ഉപദ്രവത്തിന് ഇരയായ, ശരിക്കും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്താണ് കടന്നു പോകുന്നതെന്നോ അവൻ ഇപ്പോഴും തന്നെ യാതൊരു തരത്തിലും പറയാൻ പറ്റില്ല. കാരണം യാതൊരു പ്രകോപനമോ അല്ലെങ്കിൽ മറ്റൊരു കാരണമില്ലാതെ നിരന്തരം ഈ യുവാവിനെ തേടി പോലീസ് വീട്ടിലെത്തുന്നു, പോലീസ് ഉപദ്രവിക്കുന്നു. 12ഓളം കേസുകൾ കെട്ടിച്ചമച്ച പോലെ അവനിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് കാപ്പ അടക്കമുള്ള കേസുകളിലേക്ക് പ്രതിയാക്കാനുള്ള നീക്കം നടത്തുന്നു. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തിന് സമീപത്താണ്. വലിയ സങ്കടമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ ദളിത് യുവാവിന് നേരെ പോലീസ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതികാരം കാണിക്കുന്നത്? എന്താണ് ഈ യുവാവിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവിന് നേരെ പോലീസ് ഇത്തരത്തിൽ നരവേട്ട നടത്തുന്നത്? നമുക്ക് അവരോട് ചോദിക്കാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ 12ഓളം കേസുകളിൽ പോലീസ് കസ്റ്റഡിയിലായ യുവാവും അവന്റെ ചെറിയമ്മയുമാണ്. വളരെയധികം വിഷമമുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ടി വരുമ്പോൾ. അല്ലെ ചേച്ചി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സുജിത്തിന് നേരെ ഈ പോലീസ് ഇത്തരത്തിൽ ഈ ഒരു നരവേട്ട നടത്തുന്നത്? അറിയില്ല. 2024 ഒരു പ്രണയ ബന്ധമായിട്ടുള്ള ഒരു കേസ് അവന്റെ പേരിലുണ്ട്. അത് അടിക്കേസിൽ അവസാനിച്ച് പോലീസ് പിടിച്ചോണ്ട് പോയി അത് ദാരുണമായ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് ഇവനെ കേസിൽ പ്രതിയാക്കി റിമാൻഡ് ചെയ്തു. അതിനുശേഷം അവൻ പുറത്ത് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ റിലേറ്റീവും ബാക്കിയുള്ള ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു 22ഓളം പയ്യന്മാര് വന്ന് ഇവനെ മർദ്ദിച്ച് അവശനാക്കി കാട്ടിൻ്റെ ഇടയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ കോവളം പോലീസാണ് അന്ന് മെഡിക്കൽ കോളേജിൽ 108 കൊണ്ടുപോയത്. വീട്ടിലൊന്നും വന്ന് അറിയിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് FIR-ലെല്ലാം പോലീസ് തിരിമറി നടത്തി. കമ്പി കൊണ്ട് അടിച്ചെന്ന് പറയുമ്പോൾ കമ്പ് കൊണ്ട് അടിച്ചെന്നാക്കി തീർത്ത് യാതൊരുവിധ നടപടിയും അന്ന് അവനെ അടിച്ചതിൽ അവന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും പോലീസ് അന്ന് എടുത്തില്ല. പ്രതികളെ എല്ലാം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കൊണ്ട് ഹാജരാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. യാതൊരു നടപടിയും നീതിയും കിട്ടിയില്ല. നീതി കിട്ടാത്തത് കൊണ്ട് ഈ കുട്ടിയുടെ അമ്മ മുകളിലോട്ട് മുതിർന്ന പോലീസ് ഓഫീസർമാരെ അറിയിക്കുകയും പരാതി കൊടുക്കുകയും അത് ഇവര് പോലീസ് തന്നെ പോയി ഇവനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ധരിപ്പിച്ച് ആ കേസ് എന്തായെന്നൊന്നും നമ്മൾ പിന്നെ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. അതിനുശേഷം ഒരു വാഴക്കൈ വെട്ടിയ ഒരു കേസ് ഈ കുട്ടി അത് ചെയ്തിട്ടില്ല. ചെയ്ത ആള് പറഞ്ഞിട്ടും ഈ സുജിത്തിനെ പോലീസ് കൊണ്ടുപോയി മുഖത്ത് ഉടുപ്പ് ഷർട്ടിനെ ഊരി മുഖത്ത് കെട്ടി 8-10ഓളം പോലീസ് അതിക്രൂരമായ രീതിയിൽ നട്ടലിനെ ഇടിച്ച് ക്ഷതം സംഭവിപ്പിക്കുകയും കഴുത്തൊരു വശത്തോട്ട് ചരിയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അവന്റെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഇവനെ ട്രീറ്റ്മെന്റ് നടത്തി. അതിന്റെ രേഖകളാണ് ഇതല്ല. ഇത് വെച്ചുകൊണ്ട് അവന്റെ അമ്മ ഒരു പരാതി കൊടുത്തു. ആ പരാതി ഇന്ന് വരെ ഒരിടവും എത്തിയിട്ടില്ല. എന്ത് അന്വേഷണം നടത്തിയെന്നൊന്നും അറിയില്ല. കഴുത്തൊരു വശത്തോട്ട് ചരിഞ്ഞു. അതിനുശേഷം ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇവന്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അതിനുശേഷം ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്, യൂറിനിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്, കുടലിന് ഇഞ്ചുറി ഉണ്ട്. ഇതെല്ലാം ഇനി വലിയ വലിയ ട്രീറ്റ്മെന്റിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള CT സ്കാനിങ് ചെയ്തിരിക്കണം. 14-ാം തീയതി അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റഡ് ആണ്. പക്ഷെ ഇവൻ അഡ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അടുത്തൊരു സംഭവം നടന്നു. ഈ ആദർശ് എന്ന് പറയുന്ന പയ്യൻ ഒരു വർക്ക്ഷോപ്പിൽ പടക്കം എറിയാൻ പോയി. അവനെ പോയി പിടിച്ചോണ്ട് വരുന്ന സുജിത്തിന്റെ കയ്യിൽ പടക്കം വരുന്നതാണ് പോലീസിന്റെ വീഡിയോയിലുള്ളതും. ആ കേസിന് ആസ്പദമായിട്ട് സുജിത്തിനെ ആദ്യ FIR-ൽ 3-ാം പ്രതിയും യാതൊരു പരാതിയും ഈ സംഭവത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത സുജിത്ത് 3-ാം പ്രതിയും, നേരിട്ട് ബന്ധമില്ല, അവൻ 3-ാം പ്രതിയായി. പിന്നീട് ഇവന് ജാമ്യം കിട്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്ത് ഇവൻ അവിടെ വെച്ച് വീണ്ടും റിമാൻഡ് ചെയ്തു പോലീസ്. അതിക്രൂരമായ രീതിയിലാണ് FIR ഇട്ടത്. FIR ഇട്ട് ഇവനെ വീണ്ടും റിമാൻഡ് ചെയ്ത് ജയിലിലോട്ട് കൊണ്ടുപോയി. യഥാസമയം ട്രീറ്റ്മെന്റ് നടക്കാതെ മുടങ്ങി. പിന്നെ ഇപ്പൊ ജാമ്യം കിട്ടി കൊണ്ടുപോയാണ് ഈ
CT സ്കാനിങ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇരിക്കുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴും അവന് നല്ലതുപോലെ ഇല്ല. നോർമൽ അല്ല എന്ന് വെച്ചാൽ അത്ര ദാരുണമായിട്ടാണ് പോലീസിനെ ഒരു കുട്ടിയെ കൊണ്ടുപോവുക, 8-10ഓളം പോലീസുകാര് ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി അതിദാരുണമായ രീതിയിൽ ഇടിക്കുക. പിന്നെ അങ്ങനെ ഭയന്ന് അടി പേടിച്ചും പിന്നെ അവന് ശരിക്കും നോർമൽ അല്ല. ഇപ്പൊ ആ ഒരു കണ്ടീഷനിലാണ്, രോഗിയാണ്, നിവർന്ന് നിൽക്കാൻ പറ്റൂല. എന്നിട്ടും ഇപ്പൊ കൊണ്ടുപോയപ്പോഴ് ഈ ക്രൈമിലെ ബിജു എന്ന് പറയുന്ന പോലീസ് ഈ മകനോട് പറഞ്ഞതാണ്, 5 വർഷം ഞാൻ ഇനി ഇവിടെ ഇരിക്കും, നിന്നെ ശവപ്പെട്ടിയിൽ ഉറക്കിയിട്ടേ പോവുള്ളൂ, എന്റെ ഇടിയെല്ലാം നിനക്കറിയാലോ, നിനക്കറിയാലോ, അപ്പൊ ഇനി അതുപോലെ നിന്നെ ഞാൻ തീർത്തിട്ടേ പോകും. ഈ ഒരു കാര്യം ഞങ്ങൾക്ക് അന്വേഷിക്കണം. പിന്നെ 12ഓളം കേസ് എന്തിനാണ്, ഏതൊക്കെ കേസാണ്? ഇവന്റെ വണ്ടി, ആദ്യം ഒരു വണ്ടി പോലീസ് ഉപ്പും വാരിയിട്ടും മണ്ണും വാരിയിട്ടും നശിപ്പിച്ചു. ഇപ്പൊ ഒരു ഡൂക്ക് വണ്ടി ഇറക്കിയിട്ട് 3 ലക്ഷം രൂപ വണ്ടിയാണ്. അത് ഇവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസക്ക് ഇറക്കിയതാണ് CCക്ക്. ആ വണ്ടി പിടിച്ചോണ്ട് പോയിട്ട് 6 മാസം ആയതേ ഉള്ളൂ വണ്ടി എടുത്തിട്ട്. ആ വണ്ടി പിടിച്ചോണ്ട് പോയി പോലീസ്. പിടിച്ചോണ്ട് പോയി ഇറക്കാൻ ചെന്നപ്പം പൈസ ചോദിച്ചു, 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ആ വണ്ടി എടുക്കാൻ ചെന്ന് അപ്പോഴത്തേക്ക് കോടതിയിൽ എഴുതി വിട്ടു, 19,000 രൂപ കോടതിയിൽ പെറ്റി അടയ്ക്കാൻ പറഞ്ഞു ആ വണ്ടിക്ക്. ആ പൈസയും കൊണ്ടുപോയി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങി വന്ന് വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വണ്ടി ചലിക്കൂല. വണ്ടിയുടെ ഫ്രണ്ട് എല്ലാം അടിച്ച് പൊട്ടിച്ച് ശ്മശാനത്തിൽ ഇട്ടിരിക്കും പോലത്തെ രീതിയിലാണ് വണ്ടി ഇട്ടിരുന്നത്. വണ്ടി തിരിച്ച് CCക്കാർക്ക് തന്നെയാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ വണ്ടിക്കകത്ത് ഉപ്പും മണലും വാരിയിട്ട് ആ വണ്ടിയെ നശിപ്പിച്ചു. ഇതൊക്കെയാണ് ഈ സ്റ്റേഷനിലെ ഈ ബിജു എന്ന് പറയുന്ന പോലീസ് ഇവനോട് കാണിക്കുന്ന അതിക്രൂരമായ പെരുമാറ്റം. സുജിത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ? കഴിഞ്ഞ കേസിന്റെ 2024 അതിനുശേഷം സുജിത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലേ? സംസാരിക്കാൻ ഞാൻ മറന്നു പോവാ, തലയിലൊക്കെ വെട്ട് കിട്ടിയിട്ടുണ്ട്, ഒന്നും ഓർമ്മ കിട്ടൂല. ശരിക്കും നേരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ യുവാവിന്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് കാരണക്കാരായവർ പോലീസുകാരാണെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ 12ഓളം കേസുകൾ ഒരു യുവാവിന് നേരെ വരുന്നു? അതോടൊപ്പം തന്നെ സ്റ്റേഷനിൽ കുറച്ച് നാളുകൾ കൂടി പോലീസ് ഉണ്ടാവും, എന്നിട്ട് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് പെട്ടിയിലാക്കുമെന്നുള്ള രീതിയിലൊക്കെയുള്ള ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണോ? ഈ കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം വേണം. ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ CCTV സ്കാനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ ഇപ്പോ പുറത്തേക്ക് ഡിസ്ചാർജ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി 14-ാം തീയതി കിട്ടിയ ഉടനെ അഡ്മിറ്റ് ആവും. ഓക്കെ, 14-ാം തീയതി മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിയോട് വിട്ടു. ഓക്കെ, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തിരിക്കുകയാണ്. ഏതായാലും അതിക്രൂരമായ രീതിയിലുള്ള പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായിരിക്കുകയാണ് ഈ യുവാവ്. ഇവന്റെ ശരിക്കുമുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് ചികിത്സ വേണ്ടിവരും. ഏതായാലും ഉന്നത പോലീസ് ആഭ്യന്തര മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും അടക്കം ഇവർ വലിയ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. പരാതി കിട്ടാത്തിടത്തോളം കാലം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ തന്നെയാണ് ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിനും കഴിയട്ടെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബില്ലു അനിത്സൻ, വിസ്മയ ന്യൂസ്.